രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഭയങ്കര എന്തോ പോലെ ഇനി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. അപ്പം പിന്നെ ഞാൻ പ്രൊഡക്റ്റീവ് ആയിക്കാരം വീഡിയോ എടുത്താൽ പിന്നെ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയലുണ്ട്. എന്നും ഷോർട്ട് വീഡിയോ എടുക്കണ്ടല്ലോ, ഇന്നൊരു ലോങ് വീഡിയോ എടുക്കുക. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വെച്ച് കണ്ട് തന്നെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യലുണ്ടല്ലോ. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ എടുത്താലേ വിചാരിച്ച് അങ്ങനെ എടുക്കാൻ നിന്നു. ഞാൻ രാവിലേക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡിനുള്ള ഏകദേശം സെറ്റാക്കി വെച്ചപ്പോൾ ഈസോ എണീറ്റത്. ഓൻ എണീറ്റ് പാടെ ഓനും കൊണ്ട് ഷാനു പുറത്ത് പോയി. എനിക്ക് ഫ്ലാഗ് മേടിച്ച് തരാനാണ്ട് ഓനതെന്തോ വലിയ സംഭവമാണ് വിചാരിച്ച് കൂടെ പോയതാണ്. ഓൻ എന്താ ഫ്ലാഗ് എന്നപ്പോൾ മനസ്സിലായിട്ടില്ല. പിന്നെ വന്നേക്കന് ഇത് കിട്ടിയിട്ട് അത് എൻ്റെ കൈ കൊടുന്ന് തരികേനി, ഇമ്മച്ചിക്ക് മേടിച്ച് തരാനാണ്ട്. ഓനപ്പം വിചാരിച്ചത് ഇത് പറഞ്ഞപ്പോൾ വല്ല മിഠായി എന്തെങ്കിലും മേടിച്ച് തരാമെന്നാണ് വിചാരിച്ചാണ്ട് ഓൻ കാര്യമായിട്ട് പോയതൊക്കെ. അപ്പോൾക്ക് ചോറൊക്കെ തിളച്ചിനി. ഞാൻ വേഗം റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഓനും കൊണ്ട് വേഗം ഫുഡ് കഴിക്കാൻ നിന്നു. പക്ഷെ ഓന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയിനി. അതുകൊണ്ട് എനിക്ക് വിശന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് ഓന് കൊടുത്തത്. അപ്പോൾക്ക് ഓൻ്റെ വാശിയൊക്കെ മാറിയിനി. പിന്നെ വിശക്കാനും തുടങ്ങിയോണ്ട് പെട്ടെന്ന് കഴിച്ചു. അവൻ്റെ വണ്ടി അവന് കയറ്റി വെച്ചിട്ടേ കഴിക്കുള്ളൂ പറഞ്ഞാണ്ട് അങ്ങനെ ടേബിളുമൊക്കെ കയറ്റി വെച്ചിട്ട് ആണ് ഫുഡ് കഴിക്കാൻ വന്നത് ഓന്. രാവിലെ അപ്പും ചെറുപയറും കറി ഇനി ഓന് പിന്നെ അടുത്തത്തെ വീട്ടിലത്തെ താത്ത ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ജാം തേച്ച് കൊടുത്തതാണ്. ഓന് ഭയങ്കര ഇഷ്ടം ജാം, അതുകൊണ്ട് അവിടുന്ന് കൊടുത്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓല് രണ്ടാളും കാക്കും ഇസും കൂടി കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ കിടന്നു. ഞാനപ്പോൾ പെട്ടെന്ന് ബാക്കി എൻ്റെ പണിക്ക് നിന്നു. ഫസ്റ്റായിട്ടാണല്ലോ ഇങ്ങനെ ലോങ് വീഡിയോ കുക്കിങ്ങിൻ്റെ ഒക്കെ എടുക്കുന്ന, അപ്പോൾ എടുക്കാൻ കഴിയില്ലേ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക വിചാരിച്ചാണ്ട് ഞാൻ വേഗം എൻ്റെ പണിക്ക് കയറി. ഞാൻ രാവിലെ തന്നെ അപ്പമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കലാണ്. പിന്നെ ഫസ്റ്റ് വെക്കുന്നത് പരിപ്പും അതേപോലെ തന്നെ വെള്ളരിയൊക്കെ ഇട്ട് കണ്ടുള്ള കറി ഉണ്ടാവില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിനി. അതിക്ക് വെള്ളരിയും തക്കാളിയും പച്ചമുളകും അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് കുക്കറിലിട്ടുകാണ്ട് വിസിലടുപ്പിക്കുക ചെയ്തത്. അതിലേക്ക് പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടി അത് അരച്ചും വെച്ച്, അതേപോലെ തന്നെ ചിക്കൻ കൊടുന്നീനി. അപ്പോൾ അതുകൂടിയും ക്ലീൻ ചെയ്താണ്ട് വെച്ചു. അപ്പോൾക്ക് കറിയൊക്കെ സെറ്റായി. പിന്നെ ഞാൻ അതിക്ക് തേങ്ങ അരച്ചത് കൂടി പാർന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിക്ക് പാരി ചെയ്തത്. ഇതുവരെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കാര്യമൊന്നും എനിക്കിതുവരെ മനസ്സിലായില്ല. പക്ഷേ അതിന് ശേഷം എനിക്ക് നല്ലോണം മനസ്സിലാകാൻ തുടങ്ങി അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. ഞാനൊരു പെട്ടിമ വെച്ചിട്ട് ആ ഒരു പെട്ടി കണ്ടില്ല, ആ പെട്ടിമ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഫോൺ വെക്കുന്ന സാധനത്തുമ്മലാണ് വെച്ച് കഴിഞ്ഞത്. അപ്പോൾ ആ പെട്ടി എന്തോ ചമ്പി പോയതാണ് തോന്നുന്നുണ്ട്. പിന്നെ ആകുമ്പോൾ ശരിക്കും ഫോൺ നിൽക്കണില്ല, നിൽക്കും. പക്ഷേ ആ പെട്ടീൻ്റെ ഒരു ചെറിയൊരു ഭാഗം സൈഡായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിനി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോവക്കുപ്പേരി ഉണ്ടാക്കാൻ നിന്നു. ആ കുക്കർ തന്നെ കേകിയിട്ട് അതിൽ തന്നെ വെച്ചത്. അല്ലെങ്കിൽ പിന്നെ കുറേ കുക്കറൊന്നും പാത്രമൊക്കെ എടുത്ത് അതൊക്കെ കേൾക്കേണ്ടി വിചാരിച്ചിട്ട് ഒന്നിച്ച് തന്നെ ആക്കി ചെയ്തത്. അതിക്ക് കുക്കറിലാക്കുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു കയ്യിൽ വെള്ളം പറഞ്ഞാൽ തന്നെ മതി. എന്നാൽ തന്നെ ഉപ്പേരി വേഗം സെറ്റാവും, പെട്ടെന്ന് ആവും ചെയ്യും. അതേപോലെ തന്നെ ഗ്യാസ് ലാഭിക്കും ചെയ്യുക. ഞാനെല്ലാം ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസിൻ്റെ ചിലവ് വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ കാര്യമായിട്ട് വെക്കുന്നത്. പിന്നെ ടൈമും ലാഭം തന്നെ കേട്ടോ, നമുക്ക് പെട്ടെന്ന് ആയിക്കോട്ടും. ഞാൻ ഒരു പണീൻ്റെ ഇടയ്ക്കിടെ തന്നെ മറ്റേ പണി എടുക്കൽ. പക്ഷെ എന്താ അറിയില്ല, ക്യാമറ ഫോൺ കയ്യിൽ പിടിച്ചിട്ടല്ലേ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിയണില്ല. ഇനി അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് കഴിഞ്ഞിന്. ഞാൻ ഒരു പണി എടുക്കുമ്പോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് എടുക്കൽ. പക്ഷെ എന്താ അറിയില്ല, അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല, കുറേ ടൈം വൈകിന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ ചിക്കൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ചില്ലി എന്നൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് സുറുക്കിയൊക്കെ പറഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ മുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ട പേസ്റ്റാണ് ഇട്ടത്. അതിക്ക് പിന്നെ ചിക്കനൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഫുള്ള് ചിക്കൻ ആദ്യം ഇടാൻ കരുതിയില്ല. ഇനി കുറച്ച് കറിക്ക് രാത്രിക്കൊക്കെ എടുത്തൊക്കെ വിചാരിച്ചിനി. പിന്നെ അത് ഫുള്ള് ഇട്ടുകൊണ്ട് അങ്ങനെ ആക്കിയപ്പം അതിക്ക് കുറച്ചുകൂടി പൊടി ഇടാമെന്ന് വിചാരിച്ച് കളർ കണ്ടപ്പോൾ ഒരു വലിയൊരു കാണാൻ ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിനി. അതേപോലെ തന്നെ പിന്നെ കോൺഫ്ലവർ ഇടാനും വിട്ടുപോയിനി. വീഡിയോ എടുക്കണോണ്ട് തന്നെ എന്തൊക്കെയൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിനി. അതുകൊണ്ട് തന്നെ ഇടാൻ വിട്ടുപോയതിന് അതുകൂടി ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ, അധികം ടൈമൊന്നും വെച്ചില്ല. കുറേ ടൈം വെച്ചാൽ പിന്നെ ബാക്കി പണികളൊക്കെ ബുദ്ധിമുട്ടാവും വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടൈം വെച്ചിട്ട് തന്നെ ആക്കലുള്ളൂ. ഇനി കുറേ ചിക്കനൊക്കെ പൊരിക്കാണ്ടെങ്കിൽ പിന്നെ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് അകം തുടക്കുക, അല്ലെങ്കിൽ അത് നിലത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തെറിക്കണോണ്ട് തന്നെ നിലത്തിങ്ങനെ ഒരു എണ്ണമയത്തിൻ്റെ ഒരു പാട് വരും. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കിനി. അപ്പോൾ പിന്നെ കോവക്കുപ്പേരിയൊക്കെ സെറ്റായിനി.
അത് കടുകൊക്കെ വറുത്തുകാണ്ട് അയിക്കിട്ടു. അങ്ങനെ കാര്യമായിട്ട് വെള്ളമൊന്നും അതിലില്ല. ഇനി കുറച്ച് തുള്ളി വെള്ളം ഉണ്ടായിനി, അത് ഞാനങ്ങനെ കടുകിട്ടതിന് ശേഷം അങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾക്ക് പിന്നെ കാക്കു ഇസുവിനെ ഉറക്കിയാണ്ട് പോയി. ഇനി ഒരു 11 മണിയൊക്കെ അയക്കുന്ന ടൈം. ആ ടൈമിലൊന്നും ഇസു ഉറങ്ങലില്ല. പക്ഷേ കാക്കുവിന് പോകാൻ വേണ്ടിയിട്ട് തന്നെ കാക്കു അവനെ വല്ല ഉറക്കിയാണ്ട് പോയത്. ഇനി ഓനും കാക്കുവിൻ്റെ കൂടെ പോകാറുണ്ട് വാശി അടിച്ചുകൊണ്ടെന്നുകൊണ്ട് വല്ല ഉറക്കിപ്പോയി. അതോടെ തന്നെ എൻ്റെ പണിയൊക്കെ ഭയങ്കര സ്ലോ ആയിപ്പോയത്. ഓന് അതിൻ്റെ ഇടയിൽ കരയും, എന്നാൽ ഉറക്കം ഓന് വരുന്നുണ്ടാണും എന്നാൽ ഓൻ കരയും ചെയ്യും. അപ്പോൾ തൊട്ടിയിൽ ആട്ടി കൊടുക്കണം പറഞ്ഞാണ്ട് ഓനെന്നാൽ എണീറ്റ് വരില്ല, എന്നാൽ അവിടെ ചെന്ന് ഞാൻ ആട്ടും വേണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ എടുക്കണ്ട വിചാരിച്ച് എടുക്കാതെക്കാൻ നിന്നു. പക്ഷേ ഇത്രയും നേരം വീഡിയോ എടുത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടി തന്നെ എടുത്തത്. കാരണം ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേനി. അങ്ങനെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ളൊരു സങ്കടം കൊണ്ട് ഞാൻ ബാക്കി കൂടിയും അങ്ങനെ ഫുള്ളായിട്ടൊന്നും എടുത്തില്ലെങ്കിലും കുറച്ച് ചപ്പിളിപ്പിളായിട്ട് അങ്ങനെ എടുത്തുകാണ്ട് ഇടാമെന്ന് വിചാരിച്ച്. ഈ ചിക്കൻ പൊരിക്കണേൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു. തിരുമ്പാനുള്ളത് തിരുമ്പാനിട്ടു. പിന്നെ അതേപോലെ തന്നെ അതുവരെയുള്ള ഭാഗം അകടിച്ച് തുടക്കലും കാര്യങ്ങളും കഴിച്ച് ഒക്കെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇസുവിനെ ആട്ടാനും പോവുകയാണ്. എല്ലാവരും വിചാരിക്കുന്ന എത്ര കഷ്ടപ്പാടാണെങ്കിൽ എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് നേക്കാരം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ. വോയിസ് ഓവർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിയും. ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഓണാക്കിയാൽ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഓണായാൽ പിന്നെ ഒന്നും സംസാരിക്കാൻ തന്നെ അറിയാത്ത പോലെ ഇക്കാരം. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റ് ആയിക്കണേ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റിനി. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ്. അപ്പോൾ അതിൽ നിറച്ചുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഊറ്റിയിട്ട് അതിൻ്റെ മുകൾക്കടെ 2 കപ്പ് വെള്ളം പാരലാണ്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ ഓയിൽക്ക് കുറച്ചുകൂടി ഓയിൽ വാർന്നുകൊണ്ട് വെല്ലുള്ളി വലുതാക്കി കട്ട് ചെയ്തതാണ്. അത് ഒന്ന് ഫുള്ളിലിട്ട് കാണ്ട് തന്നെ, സിമ്മിലൊന്നും ആക്കണ്ട, സ്റ്റൗ ഫുള്ളിൽ തന്നെ ഇട്ട് കാണ്ട് അത് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് വാട്ടിയെടുക്കുക. വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്താണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പല സംസാരമായിട്ട് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ആ ഓയിൽക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കാണ്ട് അതിക്ക് വെല്ലുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് അതിക്ക് ക്യാപ്സിക്കനും കൂടി ആഡ് ചെയ്ത് അതുകൂടി വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് സോയ സോസ്, 1/2 സ്പൂണ് ഗരം മസാല കൂടി ആഡ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുക. നല്ല സ്പൈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇതിൽ ആഡ് ചെയ്തില്ല. കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഓന് വലിയ സ്പൈസി ഇപ്പോൾ ഇഷ്ടമല്ല. പണ്ടൊക്കെ ഭയങ്കര എരിവുള്ളൊക്കെ ഓന് ഇഷ്ടേനി. ഇപ്പം അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. മസാലകളൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മീഡിയം സൈസിലുള്ള 3 തക്കാളി 3 പച്ചമുളകും നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അതിൽ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി വേണമായിരുന്നു. എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തേക്കാണ്. പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുക. പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ചേക്കാണ്. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ശരിക്കും കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് പാരും. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലൊക്കെ 1 സ്പൂണൊക്കെ കോൺഫ്ലവർ നിറച്ചിട്ടിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പാരുകയാണ് ചെയ്യുക. പക്ഷേ വെറും ചോറൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കോൺഫ്ലവർ ഇട്ടിട്ടുള്ളത്. സാധാ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം. അപ്പോൾ ഞാൻ പാർന്നില്ല. പക്ഷേ നെയ്ച്ചോറ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പാർന്നിട്ട് കഴിക്കാനും ഒന്നുകൂടിയും ബെറ്റർ ആവട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. അടുത്തൊരു നല്ല